നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയ മത്സരത്തിൽ അർജൻറ്റീനയുടെ ആദ്യ ഗോൾ അലക്സിസ് മാക്കലിസ്റ്റർ നേടുന്നത് സാക്ഷാൽ ലിയോ മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നാണ്. മെസ്സിയുടെ പേരിൽ അസിസ്റ്റായി. ഈ കളിയിൽ മെസ്സി ഗോൾ അടിച്ചില്ല, പക്ഷേ അസിസ്റ്റ് ഉണ്ട്. മെസ്സി പുത്തൻ റെക്കോർഡ് അവിടെ ഇട്ടിരിക്കുന്നു. മെസ്സിയുടെ റെക്കോർഡ് ഇല്ലാതപ്പോൾ അർജൻറ്റീനയുടെ കളികൾ കടന്നു പോകാറില്ലെന്നേ. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡ് സാക്ഷാൽ പെലെയിൽ നിന്ന് ഇത് ലിയോ മെസ്സി സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നു. മെസ്സിക്ക് 10 അസിസ്റ്റുകളായിരിക്കുന്നു. പെലെയുടെ പേരിൽ 9 അസിസ്റ്റ്. അപ്പോൾ ചിലർ പെലെക്ക് 6 അസിസ്റ്റേ ഉള്ളൂ. അത് ആ അസിസ്റ്റ് അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ നോക്കുക. സിൻസ് 1966 അതിന് മുമ്പ് വേൾഡ് കപ്പില്ലേ. ഇത് ഒപ്റ്റയെ പോലെയുള്ള sofascore.com പോലെയുള്ള ഏജൻസികൾ അവരുടെ റെക്കോർഡ് തുടങ്ങിയ ഈ കാര്യങ്ങൾ റെക്കോർഡാക്കുന്ന ആർക്കൈവ്സിലുള്ള കണക്ക് 1966 മുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫിഫ വളരെ കൃത്യമായിട്ട് പറയുന്നു പെലെയുടെ പേരിൽ ഈ പറഞ്ഞ പോലെ 9 വേൾഡ് കപ്പ് അസിസ്റ്റുകൾ ഉണ്ട് എന്ന്. അപ്പോൾ ഫിഫ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് വേറെ കണക്കുകൾ നമ്മൾ നോക്കേണ്ടതില്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഫിഫ പറയുന്നു അദ്ദേഹത്തിന് 9 അസിസ്റ്റുകളുണ്ട്. മെസ്സി 10 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹത്തെ മറികടന്നിരിക്കുന്നു. പുത്തൻ റെക്കോർഡിലേക്ക് കടന്നുപോയിരിക്കുന്നു. അതോടൊപ്പം ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഏറ്റവും അധികം അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്ന സംശയമില്ല മൈക്കൽ ഒലീസയാണ്. 5 അസിസ്റ്റുകൾ അദ്ദേഹത്തിനുണ്ട്. 4 അസിസ്റ്റുകളുമായിട്ട് ബ്രൂണോ ഗുയിമാരസ് ടീം പുറത്തായി. ബ്രയൻ ഡയസ് 4 അസിസ്റ്റ് പുറത്തായി. ഒഡേഗാർഡ് 4 അസിസ്റ്റ് പുറത്തായി. ഏതായാലും പിന്നെ ഈ വേൾഡ് കപ്പിൽ അസിസ്റ്റിൻ്റെ കണക്ക് തന്നെ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റ് കൊടുത്തതിൻ്റെ കണക്ക് ഇപ്പോൾ പെലെയുടെ പേരിലാണ്. 1970 അദ്ദേഹത്തിന് 6 അസിസ്റ്റുകളുണ്ട്. 1970 കണക്ക് 6 അസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒലീസെ 5 അസിസ്റ്റുകളുമായിട്ട് തൊട്ടുപുറകെ നിൽക്കുന്നത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും വേൾഡ് കപ്പിൽ ഈ ഒരു കണക്കുണ്ടല്ലോ, ഇത് ഇനി എങ്ങനെ തിരുത്തി കുറിക്കപ്പെടും? വേൾഡ് കപ്പിൻ്റെ സെമിയിൽ കളിക്കാനുണ്ട് ഒലീസെ. അതിനപ്പുറത്തേക്ക് ഫൈനലിലേക്ക് എത്തുമോ, കാര്യങ്ങൾ മാറുമോ, കണ്ടറിയണം. മെസ്സിയുടെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. മെസ്സി ചരിത്രം കുറിച്ചുകൊണ്ട് കുതിച്ചു പായുകയാണല്ലോ. വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് തുടരെയുള്ള മത്സരങ്ങളിൽ ഗോൾ അടിച്ചതിൻ്റെ ഒരു കണക്ക്, അതിപ്പം 9 മത്സരങ്ങളിൽ ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം റെക്കോർഡിട്ടു. 10ാമത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ ഗോളില്ല, സ്ട്രീക്ക് അവിടെ അവസാനിച്ചിരിക്കുന്നു. ബട്ട് ഇറ്റ്സ് എ റെക്കോർഡ്. ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്ട്രീക്ക് ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. അതിന് മുമ്പത്തെ കളി ഗോൾ അടിച്ചിട്ടില്ലേ, സൗദിക്കെതിരെ തന്നെ ഗോൾ അടിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷേ സ്ട്രീക്ക്, അതായത് തുടരെ ഗോൾ അടിച്ച് കൺസിക്യൂട്ടീവ് ഗെയിമുകളിൽ ഗോൾ അടിച്ചതിൻ്റെ സ്ട്രീക്ക് ആരംഭിക്കുന്നു ഓസ്ട്രേലിയക്കെതിരെ ആ ഗോളിലൂടെയാണ്. നെതർലൻഡ്സിനെതിരെ പിന്നാലെ അദ്ദേഹം ക്വാർട്ടർ ഫൈനലിൽ ഗോൾ അടിച്ചു. ക്രൊയേഷ്യക്കെതിരെ സെമി ഫൈനലിൽ ഗോൾ അടിച്ചു. ഫ്രാൻസിനെതിരെ ഫൈനലിൽ 2 ഗോളുകളായി. പിന്നെ 2026 അൾജീരിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിൽ ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകൾ, ജോർദനെതിരെ 1 ഗോള്, റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദക്കെതിരെ 1 ഗോള്, റൗണ്ട് ഓഫ് 16 ഈജിപ്തിനെതിരെ 1 ഗോള്. ഇപ്പോൾ ഈ കളിയിൽ ഗോളില്ലാന്ന് മാത്രം. അപ്പോൾ തുടർച്ചയായിട്ട് 9 മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പുത്തൻ റെക്കോർഡാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഇപ്പം അദ്ദേഹം ഗോളടിച്ച് നോക്കുക. 6 മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് അതും റെക്കോർഡാണ്. ആ സ്ട്രീക്കും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബട്ട് ഇറ്റ്സ് എ റെക്കോർഡ്. മെസ്സി ഗോളടിക്കുമ്പോൾ പിന്നെ അർജൻറ്റീനയ്ക്ക് റെക്കോർഡ് തൂക്കാതിരിക്കാൻ പറ്റുമോ? അർജൻറ്റീന വേൾഡ് കപ്പിൽ തുടർച്ചയായി 12 മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളടിച്ചുകൊണ്ട് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഒന്നിലധികം ഗോളുകൾ. അർജൻറ്റീനയുടെ അറ്റാക്ക് റിലൻലെസ് ആണെന്നർത്ഥം. നമുക്ക് മെക്സിക്കോക്കെതിരെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2 ഗോൾ അടിച്ചിട്ട് അങ്ങ് തുടങ്ങിയതാണ്. പിന്നെ പോളണ്ടിനെതിരെ 2 ഗോളുകൾ, ഓസ്ട്രേലിയക്കെതിരെ 2 ഗോളുകൾ, നെതർലൻഡ്സിനെതിരെ 2 ഗോളുകൾ, ക്രൊയേഷ്യക്കെതിരെ 3 ഗോളുകൾ, ഫ്രാൻസിനെതിരെ 3 ഗോളുകൾ. ഈ വേൾഡ് കപ്പിൽ അൾജീരിയക്കെതിരെ 3 ഗോളുകൾ, ഓസ്ട്രേലിയക്കെതിരെ 2 ഗോളുകൾ, ജോർദനെതിരെ 3 ഗോളുകൾ, കേപ്പ് വെർദക്കെതിരെ 3 ഗോളുകൾ, ഈജിപ്തിനെതിരെ 3 ഗോളുകൾ, സ്വിറ്റ്സർലൻഡിനെതിരെ 3 ഗോളുകൾ. സെമിയിൽ ഇത് തുടരുമോ? ഇംഗ്ലണ്ട് ഭയക്കണ്ടേ? കാത്തിരുന്ന് കാണാൻ എന്ത് സംഭവിക്കും. എന്തായാലും മെസ്സി റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നത് തുടരുകയാണ്. കൂടെ അർജൻറ്റീനയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.